തമിഴ്നാട് തിരുപ്പൂരിലെ രാജേഷും നേഴ്സായ ചിത്രയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. എന്നാൽ വിവാഹശേഷമാണ് ഭർത്താവ് ലഹരിക്കടിമയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മർദ്ദനം പതിവ്. അങ്ങനെ സഹിച്ച് മടുത്ത് ചിത്ര 1.5 വയസ്സുള്ള കുഞ്ഞുമായി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് താമസം മാറിയതാണ്. എന്നാൽ അവിടെയും അയാൾ ജീവിക്കാൻ സമ്മതിച്ചില്ല. കഴിഞ്ഞ രാത്രി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ചിത്രയുടെ മൃതദേഹമാണ് നാട്ടുകാർ കണ്ടത്. ഭാര്യയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രാജേഷ് ഖന്നയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. തിരുപ്പൂർ ജില്ലാ കളക്ടറേറ്റിന് സമീപം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിനടുത്തായാണ് കഴിഞ്ഞ ദിവസം ചോരയിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹം നാട്ടുകാർ കണ്ടത്. തലയും കൈകളുമെല്ലാം കല്ലുപയോഗിച്ച് അതിക്രൂരമായി തല്ലിച്ചതച്ച നിലയിലായിരുന്നു. സമീപത്ത് നിന്ന് രക്തം പുരണ്ട കല്ലുകളും കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് പല്ലടംസാലയിലുള്ള സ്വകാര്യ ദന്തലാശുപത്രിയിലെ നേഴ്സ് മധുര സ്വദേശി ചിത്രയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഭർത്താവ് രാജേഷ് ഖന്നയാണ് കൊല ചെയ്തതെന്ന് വ്യക്തമായതോടെ പോലീസ് തെരഞ്ഞുവരുന്നതിനിടെ മധുരയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. രാജേഷ് ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. 20 ദിവസം മുമ്പാണ് ചിത്ര പല്ലടത്തെ സ്വകാര്യ ദന്തൽ ക്ലിനിക്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. യുവതിയെ ആളൊഴിഞ്ഞിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് രാജേഷ് കൊല നടത്തിയത്. ഭർത്താവുമായി പിണങ്ങി 1.5 വയസ്സുള്ള കുഞ്ഞുമായി മധുരയിൽ നിന്ന് തിരുപ്പൂരിലേക്ക് താമസം മാറിയതാണ് ചിത്ര. ഇരുവരും പ്രണയിച്ചാണ് വിവാഹം ചെയ്തതെങ്കിലും ദമ്പതിമാർക്കിടയിൽ വഴക്ക് പതിവായിരുന്നെന്നും ബന്ധുക്കൾ മൊഴി നൽകി. കഴിഞ്ഞ ദിവസം ചിത്രയെ കാണാൻ രാജേഷ് ആശുപത്രിയിലെത്തിയിരുന്നു. കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ചെന്നൈ.